ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ഉണ്ടല്ലോ ചേട്ടാ. എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടയിക്കും. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന് പരാതി വേണ്ട. ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ ഇടയ്ക്കേ പറമ്പില്. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. ഒരു ഡേ പോലും ലീവ് എടുക്കാത്ത എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ ഹാർഡ് വർക്കർ എൻ്റെ വാഷിംഗ് മെഷീൻ. കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒഫീഷ്യലി റിട്ടയർഡ് ചെയ്തു ഗൈസ്. കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ സൗണ്ട് എഫക്റ്റ് ഉണ്ടായിരുന്നു. സ്പിൻ ചെയ്യാൻ പറഞ്ഞാൽ മെഡിറ്റേഷൻ മൂഡിലായിരിക്കും, വെള്ളം നിറച്ചാലോ സ്ട്രൈക്ക് മൂഡും. അങ്ങനെയാണ് റിപ്പയർ ചെയ്യണോ റീപ്ലേസ് ചെയ്യണോ എന്നുള്ള വലിയ ലൈഫ് ഡിസിഷൻ ഞങ്ങൾ എടുത്തത്. റിപ്പയറിന് ആൾ വന്നപ്പോഴാണ് മനസ്സിലായത് റിപ്പയർ ചെയ്താൽ മെഷീൻ മാത്രമല്ല നമ്മളും കൂടി സ്പിന്നാവുന്നു. അങ്ങനെയാണ് ഇതായി ബിസ്മി വരെ എത്തിയത്. ഇവിടെ വന്നപ്പോഴോ മെഷീൻ മാത്രമല്ല, ഇവിടുത്തെ ഓപ്ഷൻസ് ഭയങ്കര ഓവർലോഡാ. ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ്, സെമി ഓട്ടോമാറ്റിക്, ഫുൾ ഓട്ടോമാറ്റിക് എല്ലാം എന്നെ നോക്കി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ഞാൻ ടോട്ടലി കൺഫ്യൂസ് ആണ് ഗൈസ്. പിന്നെ പ്രാക്ടിക്കൽ സൈഡ് ആൻഡ് പോക്കറ്റ് സൈഡ് നോക്കിയാ നമ്മുടെ സമാധാനത്തിനും വീട്ടിലെ തുണികളുടെ സന്തോഷവും ഒക്കെ കണക്കിലെടുത്ത് ഡിസിഷൻ ക്ലിയർ സെമി ഓട്ടോമാറ്റിക് തന്നെ. അങ്ങനെ നമ്മുടെ ഐറ്റം വീട്ടിലെത്തിയിട്ടോ ഗൈസ്. പേര് ഇട്ടു പാത്തുമ്മ. ഈ വീഡിയോ കാണുന്ന പാത്തുമ്മമാരൊക്കെ ഒന്ന് ക്ഷമിക്കണേ. അൺബോക്സിങ് ചെയ്യുമ്പോൾ ഉള്ള സന്തോഷം അത് നമ്മുടെ പുതിയ ഫോൺ വാങ്ങുന്ന സെയിം ഫീൽ തന്നെ ആട്ടോ. പ്ലാസ്റ്റിക് കവർ എടുക്കുമ്പോൾ ഉള്ള ഒരു ഫ്രഷ് സ്മെല്ലുണ്ടല്ലോ, ഹായ് എന്ത് രസാ. സാധനം സെമി ഓട്ടോമാറ്റിക് ആണെങ്കിലും എൻ്റെ ഹാപ്പിനെസ് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടാ. സോ ന്യൂ വാഷിംഗ് മെഷീൻ, വെൽക്കം ടു ദ ഫാമിലി. പാവം എൻ്റെ പഴയ മെഷീൻ. ഈ വ്ളോഗിൻ്റെ ഒരു ഫ്ലോപ്പ് എന്താണെന്നോ, ഇത്രയും പറഞ്ഞിട്ടും ആ പഴയ വാഷിംഗ് മെഷീൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ പോലും എടുത്തു വെച്ചിട്ടില്ല എന്നുള്ളതാ. സോ ഓൾഡ് വൺ, താങ്ക്സ് ഫോർ യുവർ ഹാർഡ് വർക്കിംഗ്. ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്തേക്കണേ. വ്ളോഗിൽ എന്തേലും കൂടിയോ കുറഞ്ഞോ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിലിടൂ.